കൊച്ചന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സാധാരണ മലയക്കോട്ടൻ ബാലബൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ ബാലബനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അവതരിക്കുന്ന ഒരു അപരാധം എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം നമ്മൾ ലാലേട്ടനെ ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. ലാലേട്ടൻ മാത്രമല്ല, അതിൻ്റെ ലിജോ ജോസ് പല്ലിശ്ശേരി അത് മലയാള സ്വന്തം LGP എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഡയറക്ടർ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഡിഫറൻ്റ് ആയിട്ടുള്ള മേക്കിങ്ങും കാര്യങ്ങളും പ്രതീക്ഷ തന്നെയായിരിക്കും ഒരുപാട് പേര് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെറും ഒരു അപരാധമായിരുന്നു. കാരണം ഇത്രയേറെ ബിൽഡപ്പ് കൊടുക്കുന്നു. കാരണം ഇവരെ ജാതി പ്രൊമോഷൻ തന്നെയായിരുന്നു കണ്ടപ്പോൾ തോന്നി. കാരണം ആദ്യം LJP ഇപ്പോൾ തന്നെ ലാലേട്ടൻ മുന്നിക്കുന്ന ഒരു ആക്ഷൻ പടം പിടിപ്പടം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ടീച്ചറാണെങ്കിലും ഒട്ടും തന്നെ ഒരു നിരാശപ്പെടുത്തുന്ന ടീച്ചറും അതുപോലെ തന്നെ പ്രൊമോഷൻ കാര്യങ്ങൾ ആ വഴിക്കാൻ പോയായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സ്കീമാണെന്ന് ആരും എന്താ പറയുക വിചാരിച്ച് കാണില്ല. കാരണം 6:30 ഫാൻ ഷോ വയ്ക്കുന്നു. ഫാൻസുകാർക്ക് പോലും നിരാശയാണ് സമ്മാനിച്ചത്. പക്ഷേ ഒരു LGP പടമാണെങ്കിൽ പോലും ഒട്ടും തന്നെ അങ്ങനെ വിചാരിച്ച് നിരാശ സമ്മാനിക്കില്ല. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, ഇതിൻ്റെ വില്ലനായിട്ട് ഒരു സ്ക്രിപ്റ്റാണ്. വളരെ പോരാവുന്ന സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. കാരണം ഒട്ടും തന്നെ റബ്ബർ പാൻറ്റ് പോലും ഇത്ര വലിയെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ആ ജാതി വലിച്ച് തന്നെയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ വിഷ്വൽ സൈഡും അതുപോലെ തന്നെ ടെക്നിക്കലും ഡയറക്ഷനും എല്ലാം തന്നെ ഓക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും വിഷ്വൽസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു ചിത്രം പൂർണ്ണമാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയൊരു അപരാധമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായിക വരുന്നുണ്ട്. എൻ്റെ മയിലാട്ടം കണ്ടോ നാട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായിക വരുന്നുണ്ട്. നായിക എന്ന് പറയുമ്പോൾ മോഹൻലാൽ ലാലേട്ടനെ കുറച്ചും കൂടി ഏജ് ഓവറായിട്ടാണ് തോന്നുന്നത്. നായകനെ കണ്ടപ്പോൾ ഒരു മയിലിനെ പിടിച്ചിട്ട് നമ്മുടെ സ്റ്റേജ് ഷോ കാണില്ലേ, യുവജനോത്സവത്തിലെ ഒരു സ്റ്റേജ് കാണുന്ന ഒരു പ്രതിനിധിയായിരുന്നു ചിത്രം കണ്ടപ്പോൾ തോന്നി. തനി നാടകം തന്നെ ചെസ് നമ്പർ 1 ചെസ് നമ്പർ 2 എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഓരോ വ്യക്തികളും നമ്മൾ പ്രപ്പോസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമാണ് സന്തോഷമുള്ള, കുറേ കാലം ശേഷം നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു കംബാക്ക് കണ്ടൊരു പ്രതിനിധി കണ്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ലാലേട്ടൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ ഒടിയാനാണെങ്കിലും മാറാട്ടൻ മോൺസ്റ്റർ ലാലേട്ടൻ്റെ കുറേ കാലം ബോറടിപ്പിക്കാൻ കാട്ടുപോലും പ്രയാസപ്പെടുന്ന പോലെ തോന്നി. പക്ഷേ ഇതിലും അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ 100% ഡെഡിക്കേഷൻ വെച്ച് തന്നെയാണ് നമ്മുടെ മലയക്കോട്ടെ ബാലബൻ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. LGPയും ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചതി പറ്റിയെന്നുള്ള അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി. എങ്കിൽ പോലും മലയക്കോട്ടെ ബാലബൻ എന്താ പറയുക, പലർക്കും പല അഭിപ്രായം തന്നെയാണ്. എനിക്ക് തോന്നിയപ്പോഴും അങ്ങനെയാണ് തോന്നിയുള്ളൊരു ഏവറേജ് അഭിപ്രായം തന്നെയാണ്. നമ്മുടെ തെരുവ് നാടകത്തിലെ പോലെ തന്നെ പല പല ഭാഗങ്ങളും ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, ഈ യുവജോത്സവം ഉണ്ട്, നായിക ഒരു മയിലാട്ടത്തിൻ്റെ തന്നെ മയിലാട്ടം കണ്ടോ നാട്ടുകാരെ. അപ്പോൾ നമ്മുടെ വില്ലൻ്റെ എൻട്രി, LGPയുടെ വില്ലൻ സ്റ്റേജിലേക്ക് കയറി വരുന്നത് നമ്മുടെ മയിലിൻ്റെ എന്താ പറയുക ഒരു ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വില്ലൻ്റെ ഒരു അപരാധം കാണിക്കുന്നുണ്ട്. വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി പീസാക്കി കളഞ്ഞു. ഫുൾ കോമഡി പീസ് തന്നെയാണ് ചിത്രം മൊത്തത്തിൽ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മലയക്കോട്ടെ ബാലബൻ മലങ്കൾട്ട് അല്ലെങ്കിൽ ഒരു അപരാധം പിടിച്ചൊരു സിനിമയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ എന്താ പറയുക, LGPയുടെ മൂവിയാണെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷകൾ വെച്ച് തിരിച്ചറിയാൻ നിരാശയും സമ്മാനിക്കേണ്ടാവും. കാരണം ഞാനടക്കം LGP നമ്മുടെ ലാലേട്ടൻ വന്നിരിക്കുമ്പോൾ ഒരു ആക്ഷൻ മൂവി എന്ന രീതിയിലാണെങ്കിൽ പോലും ട്രെയിലർ കണ്ടപ്പോൾ ഒരു ക്ലാസിക് മൂവി പ്രതീക്ഷിക്കുന്നത്. ക്ലാസിക് എന്ന് പറയുമ്പോൾ ഒരു നാടകത്തിൻ്റെ അതേ രീതിയിലാണ് ഉദ്ദേശിച്ചുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പടച്ചു വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ എങ്ങനെ സഹിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കുള്ളൂ. കാരണം പലർക്കൊരു വിചാരം, അയാളുടെ ഒറ്റ വിചാരമുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് സിനിമ എടുത്താലും നാട്ടുകാർ അംഗീകരിക്കും. കാരണം ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഓരോരുത്തരുടെ വിചാരം. പക്ഷേ ആ വിചാരത്തോടു കൂടി മാറിക്കളയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ മലയക്കോട്ടെ ബാലബനെ കുറിച്ച് എനിക്ക് ഇങ്ങനെയുള്ള പറയാനുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.